തണുപ്പ് കാലം ഒക്കെ അല്ലേ, നമുക്കൊരു ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കിയാലോ? അതും റോസ്റ്റഡ് ടൊമാറ്റോ സൂപ്പ്. സാധാരണ സൂപ്പിനേക്കാളും ഇൻഗ്രീഡിയൻസിലും ചെയ്യുന്ന രീതിയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഇതിന്. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം 500 ഗ്രാം തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി. ഇതിൻ്റെ കണ്ണിൻ്റെ ഭാഗമൊക്കെ ഞാൻ നീക്കിയിട്ടുണ്ട്, എന്നിട്ട് പകുതിയായിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരു 3 പേർക്ക് വയറ് നിറയെ കഴിക്കാനുള്ള സൂപ്പ് ഉണ്ടാവും ഇത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് തക്കാളിയിലൊക്കെ ആകെ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. പെട്ടെന്നൊന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ. അതിലേക്ക് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെജിറ്റബിൾ ഓയിലോ ബട്ടറോ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് ഒരു 10-15 അല്ലി വെളുത്തുള്ളിയാണ്. സ്കിന്നോട് കൂടി തന്നെ. സ്കിന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു ഫ്ലേവർ വരും. പക്ഷേ സ്കിന്നോട് കൂടിയാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നല്ലോണം ക്ലീൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കമഴ്ത്തി വെച്ചു കൊടുക്കാം. കട്ട് ചെയ്ത ഭാഗം അടിയിലേക്ക് പാനിനോട് ടച്ച് ചെയ്യുന്ന വിധത്തിൽ കമഴ്ത്തി വെച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ കമഴ്ത്തി വെച്ചു കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. പെട്ടെന്ന് വേവാനും ഒന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടാനും വേണ്ടിയിട്ടാണിത്. അതിനുശേഷം ഒന്ന് തിരിച്ചും ഇട്ട് കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ, ഇതൊക്കെ നല്ല പാകത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ റോസ്റ്റ് ആവണമെന്നില്ല. ഇനി മറുഭാഗം കൂടെ, തോലുള്ള ഭാഗം കൂടെ ഒന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് വന്നാലും മതി. അതിനുവേണ്ടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ, മറുഭാഗവും ഒന്ന് കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ വെളുത്തുള്ളിയും പാകമായിക്കോളും. ഇതിനെ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി ഞാനൊരു കുക്കറാണ് അടുപ്പത്തേക്ക് വെക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ബട്ടർ അല്ല, നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അതോ ഫ്ലേവർ ഇല്ലാത്ത എന്ത് എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു 2-3 കഷ്ണം പട്ട, സിനമൺ സ്റ്റിക്ക്. അത് ഏകദേശം 5 ഗ്രാമോളമേ വരുള്ളൂ കേട്ടോ. പട്ടയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക. ഒന്ന് ചൂട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സ്ലൈസ് ചെയ്ത വല്യുള്ളിയാണ്. ഒരു വലുത് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും സ്ലൈസ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 2 തണ്ടുകളാണ്. ഒന്നാമത്തേത് നമ്മുടെ മല്ലികടലയുടെ തണ്ട്, ഒരു 8-10 എടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് നമ്മുടെ ചെറിയുള്ളിയുടെ തണ്ടില്ലേ, അതിൻ്റെ വൈറ്റ് പോർഷൻ, അത്രയും മാത്രം എടുത്തിട്ടുണ്ട്, ഒരു 5 എണ്ണം. ഇത് രണ്ടും അപ്പാടെ തന്നെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഒരു 2 വറ്റൽ മുളക്, ചുമന്ന മുളകില്ലേ ഉണങ്ങിയ, അത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റാം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ മാത്രം വഴറ്റിയാൽ മതി. ഇതായിപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച തക്കാളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇതിൽ കൂടുതൽ വേണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ ടൊമാറ്റോ സൂപ്പ് തിന്നായി കഴിഞ്ഞാൽ നന്നായിരിക്കില്ല കഴിക്കാൻ. ഇനി കുക്കർ അടച്ച് ഒരു 2 വിസിൽ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ആവിയൊക്കെ പോയിട്ടുണ്ട്. കുക്കർ തുറന്നപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ ഇതിൽ ചേർത്ത പട്ടയുടെ ഇലയും പട്ടയും അത് 2 മാത്രം എടുത്ത് കളയാണ്. അത് നമുക്ക് ആവശ്യമില്ല. ഇനി ഇതൊന്ന് തണുക്കട്ടെ. ഇതപ്പം നമ്മുടെ സൂപ്പ് മിക്സ് ഒന്ന് വാം സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് ഞാനിത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. തീരെ തണുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പ് ചൂടോടെ കുടിക്കണം തോന്നിയ പിന്നെയും നമ്മൾ ചൂടാക്കേണ്ടി വരും. അപ്പോൾ സൂപ്പിൻ്റെ ടേസ്റ്റ് പോവും.
നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്ത സൂപ്പ് മിക്സ് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുക്കാതെ അതേപോലെയും എടുക്കാം കേട്ടോ. ഒന്നുകൂടെ സ്മൂത്ത് ആക്കണമെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പൊ ഇതാ കണ്ടോ, സ്ട്രെയിനർ കൂടെ പോകുമ്പോൾ കുറേ അതിൻ്റെ ചണ്ടി പോലത്തെ ഭാഗങ്ങൾ കിടക്കുന്നുണ്ട്. കുറേയൊക്കെ വെളുത്തുള്ളിയുടെ തോലും ഒക്കെ ആയിരിക്കും. അതൊക്കെ വേണമെന്നുണ്ടെങ്കിലും മാറ്റിക്കളയാം. ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സൂപ്പ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ക്രീമോ അല്ലെങ്കിൽ മിൽക്ക് ക്രീമോ ചേർത്ത് കൊടുക്കാം. ഇതിൽ അധികമായി പോകരുത് കേട്ടോ. ക്രീം ചേർക്കുന്നത് എപ്പോഴും വളരെ കുറവായിരിക്കുന്നതാണ് നല്ലത്. അധികമായാലും നമുക്കൊരു ഹെവിനെസ് തോന്നും. ആ സൂപ്പ് കുടിച്ചതിൻ്റെ ഒരു എനർജി ഒന്നും കിട്ടില്ല. നമുക്കൊരു ഹെവിനെസ് ആണ് തോന്നുക. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ സൂപ്പിൻ്റെ വാംനെസ് ഓക്കെയാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ക്രീം ചേർക്കുന്നതിന് മുന്നേ ഒന്ന് ചൂടാക്കിയിട്ട് അതിന് ശേഷം ക്രീം ചേർത്താൽ മതി കേട്ടോ. സൂപ്പിനെ ഒന്ന് അലങ്കരിക്കണ്ടേ? ഞാനൊരു സൂപ്പ് ബൗളിലേക്ക് ആവശ്യത്തിനുള്ള സൂപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെക്കുന്നത് നമ്മളെ പ്രിയപ്പെട്ട സാധനമാണ്, ചായയുടെ കൂടെ കഴിക്കുന്ന റസ്ക്. 2 റസ്കും ചേർത്ത് വെക്കുന്നുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ്റെ പച്ച ഭാഗം ഉണ്ടല്ലോ, അത് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെപ്പറും ചില്ലി ഫ്ലേക്സും തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയാണ്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ, കമൻറ്റിലിട്ടാൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.